നമസ്കാരം. റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴായി നമ്മുടെ പെറ്റ്സിനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ്സിനും അല്ലെങ്കിൽ വാക്സിനേഷൻസിനും വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ പെറ്റ്സിനെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഹോസ്പിറ്റൽസ് ഒരിക്കലും ഒരു സോഷ്യലൈസിങ് ഗ്രൗണ്ട് അല്ല. പലതരം പെറ്റ്സ് വരുന്നുണ്ട്, അവർക്ക് പലതരം അസുഖങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അസുഖമില്ലാത്ത ചെറിയ പപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെറ്റ്സിൽ നിന്ന് അവരിലേക്കോ അല്ലെങ്കിൽ അവരുടെ പെറ്റ്സിൽ നിന്ന് നമ്മളിലേക്കോ ഡിസീസ് പകരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പപ്പീസിന് വാക്സിനേഷൻസിനോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ പോകുമ്പോൾ പെറ്റ്സ് എക്സ്പോസ് ആവുന്ന രണ്ടിടങ്ങളാണ്. ഒന്ന് കൺസൾട്ടേഷൻ ടേബിൾ, രണ്ടാമതായിട്ടുള്ള വെയിങ് മെഷീൻ. ഒരു ഹോസ്പിറ്റലിൽ പലപ്പോഴും പല സമയങ്ങളിലായി പല പെറ്റ്സ് എക്സ്പോസ്ഡ് ആവുന്ന രണ്ടിടങ്ങളാണിത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ട്രെയിനിങ് പാഡ് അല്ലെങ്കിൽ ഒരു പി പാഡ് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ്ലി, ബി കൺസിഡറേറ്റ് ടു അതേഴ്സ്. നിങ്ങളുടെ പെറ്റ് അഗ്രസീവ് ആണ് അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആണെങ്കിൽ, വേറെ പെറ്റ്സ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊളൈറ്റ്ലി പെറ്റ് പേരൻസിനോട് സംസാരിക്കാം. കാരണം അല്ലെങ്കിൽ അത് വലിയൊരു ആക്സിഡൻറ്റിലേക്ക് തന്നെ നയിക്കാൻ സാധ്യതയുണ്ട്. ഇനി പോസ്റ്റ് ഹോസ്പിറ്റൽ വിസിറ്റ് നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാം? ഓൾവേസ് ക്യാരി സം ടിഷ്യൂസ് വിത്ത് യു. കൺസൾട്ടേഷൻ ഓർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നിങ്ങൾക്ക് പെറ്റ് വൈപ്സ് വെച്ചിട്ട് അവരുടെ പോസ് എല്ലാം ക്ലീൻ ചെയ്യാം, ഫേസ് എല്ലാം ക്ലീൻ ചെയ്യാം. വീട്ടിലെത്തിയ ശേഷം നിങ്ങൾക്ക് ലൂക്ക് വാം വാട്ടർ വെച്ചും അവരുടെ പോസ് എല്ലാം ക്ലീൻ ചെയ്യാം. കാരണം ഹോസ്പിറ്റൽ ഫ്ലോറിലുള്ള പാത്തജൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബാക്ടീരിയാസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നശിക്കാൻ നല്ലതാണ്. പ്ലീസ് ഡോണ്ട് യൂസ് എനി ഹാർഷ് കെമിക്കൽസ് ഓൺ ദ പോസ് ഓഫ് യുവർ പെറ്റ്സ്. ഹോസ്പിറ്റൽ വിസിറ്റ്സ് ഓർ വെറ്റ് കൺസൾട്ടേഷൻസ് എപ്പോഴും സ്ട്രെസ്ഫുൾ ആവണമെന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു ഹാസൽ ഫ്രീ ആയിട്ടുള്ളൊരു ആംബിയൻസ് നമുക്ക് ഹോസ്പിറ്റൽസിലും അല്ലെങ്കിൽ ക്ലിനിക്സിലും ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും.